ഹലോ എവരി വൺ, ഇത്തവണ കഴിഞ്ഞ Ktet കാറ്റഗറി 3 ഫിസിക്കൽ സയൻസിലെ കെമിസ്ട്രി ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നമ്മൾ ഓൾറെഡി കെമിസ്ട്രി ക്ലാസ്സസ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ക്ലാസ്സുകളിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത ഒരുപാട് ക്വസ്റ്റ്യൻസ് ഇത്തവണ എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. നമുക്കെന്നാൽ ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ടോട്ടൽ നമ്പർ ഓഫ് ഒക്യുപ്പൈഡ് s ഓർബിറ്റൽസ് ഇൻ ദ ഗ്രൗണ്ട് സ്റ്റേറ്റ് ഓഫ് നിക്കൽ ആറ്റം? ഓപ്ഷൻ എ 1, ഓപ്ഷൻ ബി 2, ഓപ്ഷൻ സി 3, ഓപ്ഷൻ ഡി 4. നിക്കലിൻ്റെ ഗ്രൗണ്ട് സ്റ്റേറ്റിൽ എത്ര എസ് ഓർബിറ്റൽ ഒക്യുപ്പൈഡ് ആയിട്ടുണ്ട് എന്നതാണ് ക്വസ്റ്റ്യൻ. നമുക്കറിയാം നിക്കലിൻ്റെ ആറ്റോമിക് നമ്പറാണ് 28. അതിൻ്റെ ഗ്രൗണ്ട് സ്റ്റേറ്റിലെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്താണ്? 1s2, 2s2, 2p6, 3s2, 3p6, 4s2, 3d8. ഇവിടെ നോക്കിക്കേ, എത്ര എസ് ഓർബിറ്റൽ ഒക്യുപ്പൈഡ് ആയിട്ടുണ്ട്? ഒന്നാമത്തത് 1s2, അടുത്തത് 2s2, പിന്നെ 3s2, 4s2. അപ്പോൾ എത്രണ്ണാണ്? 1, 2, 3, 4. ടോട്ടൽ 4 എസ് ഓർബിറ്റൽസ് ആണ് ഒക്യുപ്പൈഡ് ആയിട്ടുള്ളത്. സോ ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ഡി 4. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, an atom of element A has 3 electrons in its outermost shell, while one of element B has 6 electrons in its outermost shell. The formula of compound formed by A and B is option A A2B4, option B A2B3, option C A3B2, option D A2B. ഇവിടെ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് an atom of element A has 3 valence electron. അതായത് എയിൽ എത്ര വാലൻസ് ഇലക്ട്രോൺ ആണുള്ളത്? 3 വാലൻസ് ഇലക്ട്രോൺ ഉണ്ട്. ബിയിലോ 6 വാലൻസ് ഇലക്ട്രോൺ ഉണ്ട്. നമുക്കറിയാം, ഇൻ ന്യൂട്രൽ മോളിക്യൂൾ ദ സം ഓഫ് ദ ബോണ്ടിങ് വാലൻസ് ഇലക്ട്രോൺ മസ്റ്റ് ബി ഈക്വൽ. അതായത് ഇവിടെ നോക്കിക്കേ, എക്ക് 3 വാലൻസ് ഇലക്ട്രോൺ ആണുള്ളത്. നമുക്കറിയാം, ഒക്ടറ്റ് കംപ്ലീറ്റ് ആകണമെങ്കിൽ അല്ലെങ്കിൽ സ്റ്റെബിലിറ്റി നേടണമെങ്കിൽ എന്ത് ചെയ്യണം? ഒന്നെങ്കിൽ ഈ 3 ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കണം, അല്ലെങ്കിൽ ഇവിടെ ഒരു 8 ഇലക്ട്രോൺ ആകാൻ വേണ്ടി ഒരു 5 ഇലക്ട്രോണിനെയും കൂടെ വാങ്ങണം. അതുപോലെ തന്നെ ബിയുടെ കേസിലോ ഒന്നെങ്കിൽ ഈ 6 ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കണം, അല്ലെങ്കിൽ 2 ഇലക്ട്രോണിനെ വാങ്ങണം, അല്ലേ? അപ്പോൾ ഈ 6 ഇലക്ട്രോണിന് വിട്ടുകൊടുക്കുന്നതാണോ ഈസി, അല്ലെങ്കിൽ ഒരു 2 ഇലക്ട്രോണിനെ വാങ്ങുന്നതാണോ ഈസി? 2 ഇലക്ട്രോണിനെ വാങ്ങുന്നത്, അല്ലേ? അതുപോലെ തന്നെ ഇവിടെ ഈ 3 ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കുന്നതാണ് ഈസി, 5 ഇലക്ട്രോണിനെ വാങ്ങുന്നതിനെ കാണും. സോ ഇവിടെ എന്താണ് ചെയ്യുന്നത്? 3 ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കുകയാണ് ചെയ്യുന്നത്. അതാണ് ഇവിടെ തന്നിട്ടുള്ളത്. 3 into എ ഇവിടെ എന്താണ്? 3 ഇലക്ട്രോണിന് വിട്ടുകൊടുക്കുക, ഡൊണേറ്റ് ചെയ്യുന്നത്. സോ ഇവിടെ എന്തായിരിക്കും? ഒരു പോസിറ്റീവ് ചാർജ് ആയിരിക്കും. സോ +3 into A ഈക്വൽ ടു, ഇവിടെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് സം ഓഫ് ദ ബോണ്ടിങ് വാലൻസ് ഇലക്ട്രോൺ മസ്റ്റ് ബി ഈക്വൽ. അതായത് ഈ എയിലെ ഇലക്ട്രോൺസും ബിയിലെ ഇലക്ട്രോൺസും എന്തായിരിക്കണം? ഷെയർ ചെയ്യുന്ന ഇലക്ട്രോണിന്റെ എണ്ണം എന്ന് പറയുന്നത് സെയിം ആയിരിക്കണം. സോ 3 into A ഈക്വൽ ടു, ഇവിടെ എന്താ -2 എന്ന് വന്നേ? ഇവിടെ ഇലക്ട്രോണിനെ സ്വീകരിക്കുക ചെയ്യുന്നത്. സോ ഇലക്ട്രോണിനെ ഗെയിൻ ചെയ്യുന്നു, സ്വീകരിക്കുന്നു. അപ്പോൾ എന്ത് ചാർജാണ്? നെഗറ്റീവ് ചാർജാണ്. സോ -2 into B. അതായത് ഇവിടെ ടു ബി ഈക്വൽ എന്ത് ചെയ്യണം? എന് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് ഇവിടെ 6 കിട്ടും. ഇവിടെ 2 into 3, അല്ലേ? എന്നാലേ 6 കിട്ടത്തുള്ളൂ. സോ ടു ബി ഈക്വൽ A ഈക്വൽ ടു 2, B ഈക്വൽ ടു 3. സോ നമുക്ക് ആൻസർ എന്ത് കിട്ടും? A2B3. സോ ദ കറക്റ്റ് ഓപ്ഷൻ ഈസ് ഓപ്ഷൻ B A2B3. Next question, at room temperature the current in an intrinsic semiconductor is due to option A holes, option B electrons, option C ions, option D holes and electrons. The correct answer is option D holes and electrons. Next question, which of the following statement is not correct about the characteristics of cathode rays? Option A, they start from the cathode and move towards the anode. Option B, they travel in a straight line in the absence of external electrical and magnetic field. Option C, characteristics of cathode rays depend upon the nature of gas present in the cathode ray tube. Option D, characteristics of cathode rays do not depend upon the material of electrodes in the cathode ray tube. ഇതിൽ തെറ്റായ ഓപ്ഷൻ ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏതാണ് തെറ്റായ ഓപ്ഷൻ? ഓപ്ഷൻ സി ആണ്. ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് കാഥോഡ് റേസ് ഡിപ്പെൻഡ് അപ്പോൺ ദ നേച്ചർ ഓഫ് ഗ്യാസ് പ്രസൻറ്റ് ഇൻ ദ കാഥോഡ് റേ ട്യൂബ്. അത് തെറ്റാണ്. ആക്ച്വലി എന്താണ് സംഭവിക്കുന്നത്? ആ കാഥോഡ് റേ ട്യൂബിൻ്റെ ഉള്ളിൽ നിറച്ചിട്ടുള്ള ഗ്യാസ് അതിനെ ഡിപ്പെൻഡ് ചെയ്യത്തില്ല കാഥോഡ് റേസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഐഡൻറ്റിഫൈ ദ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് വിത്ത് റെഫറൻസ് ടു ദ ഗിവൻ റിയാക്ഷൻ. ഈ തന്നിരിക്കുന്ന റിയാക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്നതിൽ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻസ് ഏതൊക്കെയാണ്? ഫോസ്ഫറസ് ഈസ് അണ്ടർഗോയിങ് റിഡക്ഷൻ ഉള്ളി, ഫോസ്ഫറസ് ഈസ് അണ്ടർഗോയിങ് ഓക്സിഡേഷൻ ഉള്ളി,
phosphorus is undergoing oxidation as well as reduction. Hydrogen is undergoing oxidation and reduction. നമുക്ക് കറക്റ്റ് ആൻസർ ഏതാണെന്ന് നോക്കാം. ഇവിടെ തന്നിരിക്കുന്ന ഇക്വേഷൻ നോക്കിക്കേ. ഇവിടെ റിയാക്ടന്റ് സൈഡിൽ ഫോസ്ഫറസിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എത്രയാണ്? 0 ആണ്. കാരണം ഇത് എലമെന്റ് സ്റ്റേറ്റിലാണ് ഉള്ളത്. പ്രൊഡക്റ്റ് സൈഡ് നോക്കിക്കേ, pH3 ഉണ്ട്, PO2 മൈനസും ഉണ്ട്. ഇവിടെ pH3 നോക്കിയാൽ നമുക്കറിയാം ഹൈഡ്രജന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് പറയുന്നത് +1 ആണ്. ഇവിടെ 3 ഹൈഡ്രജൻ ഉണ്ട്, സോ +3. ഇത് ടോട്ടൽ കൂട്ടിയാൽ നമുക്ക് 0 കിട്ടണം. അപ്പൊ ഫോസ്ഫറസ് എന്തായിരിക്കും? -3 ആയിരിക്കും അല്ലേ? ഇനി H2PO2 മൈനസ്, ഇതിന്റെ എങ്ങനെയാ ഇവിടെ എങ്ങനെയാ ഫോസ്ഫറസിന്റെ കാണുന്നത്? നമുക്കറിയാം ഹൈഡ്രജന്റെ +1 ആണ്. +1 ഇൻറ്റു ഇവിടെ 2 ഹൈഡ്രജൻ ഉണ്ട്, സോ 2 ഇൻറ്റു +1 പ്ലസ് ഫോസ്ഫറസിനെ നമുക്ക് അറിയത്തില്ല, അതുകൊണ്ട് എക്സ് എന്ന് കൊടുക്കാം. പ്ലസ് ഓക്സിജന്റെ എന്താണ്? -2 ആണ്. ഇവിടെ 2 ഓക്സിജൻ ഉണ്ട്, സോ -2 ഇൻറ്റു 2 ഈക്വൽ ടു ഇവിടെ ടോട്ടൽ ചാർജ് എത്രയാണ്? -1 ആണ്, സോ ഈക്വൽ ടു -1. ഇവിടെ നിന്ന് നമുക്ക് എക്സിന്റെ കണ്ടെത്തിയാൽ എന്ത് കിട്ടും? +1 കിട്ടും. അതായത് ഇവിടെ ഫോസ്ഫറസിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് പറയുന്നത് +1 ആണ്. അതായത് ഇവിടെ P4 0 ഓക്സിഡേഷൻ സ്റ്റേറ്റിൽ നിന്ന് -3ലേക്കും പോയിട്ടുണ്ട്, 0 ഓക്സിഡേഷൻ സ്റ്റേറ്റിൽ നിന്ന് +1ലേക്കും പോയിട്ടുണ്ട് ഫോസ്ഫറസ്. സോ എന്താണ് ഇവിടെ സംഭവിച്ചത്? ഫോസ്ഫറസ് ഈസ് അണ്ടർഗോയിങ് ഓക്സിഡേഷൻ ആസ് വെൽ as റിഡക്ഷൻ. സോ ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി. Next question, a device in which electricity is produced by the process of controlled nuclear fission reaction is called option A nuclear chain reaction, option B hydel power plant, option C nuclear reactor, option D thermal power plant. Correct answer is option C nuclear reactor. Next question, Buckminster fullerene is an allotropic form of option A carbon, option B sulfur, option C tin, option D phosphorus. കറക്റ്റ് ആൻസർ ഏതാണ്? നമുക്ക് എല്ലാവർക്കും അറിയാം, ഓപ്ഷൻ എ കാർബൺ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ സ്യൂട്ടബിൾ മെത്തേഡ് ഫോർ ദ എക്സ്ട്രാക്ഷൻ ഓഫ് എസെൻഷ്യൽ ഓയിൽസ് ഫ്രം ഫ്ലവേഴ്സ് ഈസ് ഓപ്ഷൻ എ ഡിസ്റ്റിലേഷൻ, ഓപ്ഷൻ ബി ക്രിസ്റ്റലൈസേഷൻ, ഓപ്ഷൻ സി ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ, ഓപ്ഷൻ ഡി സ്റ്റീം ഡിസ്റ്റിലേഷൻ. ഇതിൻ്റെ കറക്റ്റ് ആൻസർ ഏതാണ്? നമ്മൾ ഓൾറെഡി ക്ലാസ്സിലൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്. കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ഡി സ്റ്റീം ഡിസ്റ്റിലേഷൻ. ഈസ് an amorphous solid. Option A quartz glass, option B graphite, option C chrome alum, option D silicon carbide. Correct answer is option A quartz glass ആണ്. Next question, low concentration of oxygen in the blood and tissues of people living at high altitude is due to option A low temperature, option B low atmospheric pressure, option C high atmospheric pressure, option D both low temperature and high atmospheric pressure. ഇതിൻ്റെ ആൻസർ എന്താണ്? ഞാൻ ഹെൻറീസ് ലോ ഡിസ്കസ് ചെയ്ത സമയത്ത് സ്പെസിഫൈ ചെയ്ത് പറഞ്ഞ കാര്യമാണ് ഇത് അല്ലേ? ഹൈ ആൾട്ടിറ്റ്യൂഡിൽ പോകുമ്പോൾ എന്താണ്? അറ്റ്മോസ്ഫിയറിക് പ്രഷർ കുറയുകയാണ് ചെയ്യുന്നത്. അപ്പം നമ്മുടെ ബ്ലഡിലും ടിഷ്യൂസിലൊക്കെ ഓക്സിജൻ്റെ അളവ് കുറയും. ഈ അവസ്ഥയ്ക്ക് പറയുന്നതാണ് അനോക്സിയ. ഇതൊക്കെ പറഞ്ഞ് ഞാൻ നിങ്ങളോട് പഠിക്കണമെന്ന് പ്രത്യേകം പറഞ്ഞ ക്വസ്റ്റ്യനാണിത്. Next question, a compound differs from a mixture in that a compound always has option A maximum of 2 component, option B homogeneous composition, option C large electronegativity difference, option D covalent bond. ഈ ക്വസ്റ്റ്യൻ നമ്മൾ ക്ലാസ് എടുത്തപ്പോൾ ഡിസ്കസ് ചെയ്തതായിരുന്നു. എന്താണ് ഇതിൻ്റെ ആൻസർ? കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി ഹോമോജീനിയസ് കോമ്പോസിഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഐസോടോപ്സ് ഓഫ് എൻ എലമെൻറ്റ്? ഇവിടെ തന്നിട്ടുള്ളതിൽ ഐസോടോപ്സിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. തന്നിട്ടുള്ള പോയിന്റ്സ് നോക്കാം. ഫസ്റ്റ് പോയിന്റ്, ഐസോടോപ്സ് ഓഫ് എൻ എലമെൻറ്റ് ഹാവ് സെയിം ആറ്റോമിക് മാസ്. അത് ഇൻകറക്റ്റ് ആണ് അല്ലേ? ഐസോടോപ്സിന് സെയിം ആറ്റോമിക് മാസ് അല്ല ഉള്ളത്. അടുത്തത്, ഐസോടോപ്സ് ഓഫ് എൻ എലമെൻറ്റ് ഹാവ് സെയിം ആറ്റോമിക് നമ്പർ. അത് കറക്റ്റ് ആണ്. ഐസോടോപ്സിന് എന്താണ്? സെയിം ആറ്റോമിക് നമ്പറാണ് ഉള്ളത്. സോ സെക്കൻഡ് ഓപ്ഷൻ കറക്റ്റ് ആണ്. മൂന്നാമത്തത് എന്താണ്? ഐസോടോപ്സ് ഓഫ് എൻ എലമെൻറ്റ് ഷോ സെയിം ഫിസിക്കൽ പ്രോപ്പർട്ടീസ്. ഐസോടോപ്സ് എന്താണ്? സെയിം ഫിസിക്കൽ പ്രോപ്പർട്ടീസ് കാണിക്കത്തില്ല. കാരണം എന്താണ്? ഐസോടോപ്സിലുള്ള ന്യൂട്രോൺസിൻ്റെ എണ്ണം ഡിഫറെൻ്റ് ആണ്. സോ തേർഡ് ഓപ്ഷൻ തെറ്റാണ്. ഇനി ഫോർത്ത് ഓപ്ഷൻ നോക്കാം. ഐസോടോപ്സ് ഓഫ് എൻ എലമെൻറ്റ് ഷോ സെയിം കെമിക്കൽ പ്രോപ്പർട്ടീസ്. അത് കറക്റ്റ് ആണോ? അത് കറക്റ്റ് ആണല്ലേ? കാരണം എന്താണ്? നമ്പർ ഓഫ് പ്രോട്ടോൺസിൻ്റെ എണ്ണം ഐസോടോപ്സിൽ ഈക്വൽ ആണ്, സെയിം ആണ്. അതുകൊണ്ട് തന്നെ അവ സെയിം കെമിക്കൽ പ്രോപ്പർട്ടീസ് ആയിരിക്കും കാണിക്കുന്നത്. സോ ഇവിടെ ഏതൊക്കെയാണ് കറക്റ്റ് ആയിട്ടുള്ള പോയിന്റ്സ്? പോയിന്റ് നമ്പർ 2, അതുപോലെ തന്നെ പോയിന്റ് നമ്പർ 4. So the correct option is option A 2 and 4. Next question, which of the following non-metal reacts and catches fire on exposure to air?
ഓപ്ഷൻ എ ഫോസ്ഫറസ്, ഓപ്ഷൻ ബി സൾഫർ, ഓപ്ഷൻ സി നൈട്രജൻ, ഓപ്ഷൻ ഡി ഹൈഡ്രജൻ. ഇവിടെ കറക്റ്റ് ആൻസർ ഫോസ്ഫറസ് ആണ്, ഓപ്ഷൻ എ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. An aqueous solution turns red litmus solution blue. Excess addition of which among the following solution would reverse the change? Option A baking powder, option B hydrochloric acid, option C ammonium hydroxide solution, option D lime. ഇവിടെ തന്നിട്ടുള്ളത് എന്താണ്? ഒരു അക്വസ് സൊല്യൂഷൻ റെഡ് ലിറ്റ്മസ് സൊല്യൂഷനെ ബ്ലൂ ആക്കി മാറ്റുവാണ് ചെയ്യുന്നതെന്ന്. അങ്ങനെയാണെങ്കിൽ അക്വസ് സൊല്യൂഷൻ എന്തായിരിക്കണം? അതിന് ബേസിക് നേച്ചർ ആയിരിക്കണം, ബേസ് സൊല്യൂഷൻ ആയിരിക്കണം ആ അക്വസ് സൊല്യൂഷൻ എന്ന് പറയുന്നത്. കാരണം ബേസ് ആണ് എന്ത് ചെയ്യുന്നത്? റെഡ് ലിറ്റ്മസിനെ ബ്ലൂ ആക്കി മാറ്റുന്നത്. ഇനി ഇവിടെ ചോദിച്ചിട്ടുള്ളത് ആ അക്വസ് സൊല്യൂഷനിലേക്ക് എന്ത് ആഡ് ചെയ്യുമ്പോഴാണ് ഈ റിയാക്ഷൻ റിവേഴ്സ് ചെയ്യുന്നതെന്ന്. അതായത് ബ്ലൂ ലിറ്റ്മസ് സൊല്യൂഷൻ റെഡ് ആയിട്ട് മാറുന്നത് ഈ തന്നിട്ടുള്ള ബേസിക് സൊല്യൂഷനിലേക്ക് എന്ത് ആഡ് ചെയ്യുമ്പോഴാണെന്നാണ്. അതായത് ബ്ലൂവിനെ റെഡ് ആക്കണമെങ്കിൽ എന്തായിരിക്കണം ആ സൊല്യൂഷൻ? അതൊരു അസിഡിക് സൊല്യൂഷനായിട്ട് മാറണം. അപ്പോൾ തന്നിട്ടുള്ളതിൽ എന്ത് ആഡ് ചെയ്യുമ്പോഴാണ് ആ അക്വസ് സൊല്യൂഷൻ ഒരു അസിഡിക് നേച്ചർ ഉള്ളതായിട്ട് മാറുന്നത്? തന്നിട്ടുള്ളതിൽ ഒരു അസിഡിക് നേച്ചർ ഉള്ളത് ആഡ് ചെയ്യുമ്പം തന്നിട്ടുള്ള ഓപ്ഷൻസിൽ അസിഡിക് ആരാണ്? ഹൈഡ്രോക്ലോറിക് ആസിഡ് ആണ് അല്ലേ? അപ്പോൾ ഹൈഡ്രോക്ലോറിക് ആസിഡ് ആഡ് ചെയ്യുമ്പോഴാണ് ആ റിയാക്ഷൻ റിവേഴ്സ് ആവുന്നത്. സോ ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി ഹൈഡ്രോക്ലോറിക് ആസിഡ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇഫ് 3 liters of a gas kept at 21 degrees Celsius and 900 mm pressure is compressed to a volume of 600 ml keeping the temperature a constant, the new pressure of the gas is option A 45,000 mm, option B 4,500 mm, option C 450 mm, ഓപ്ഷൻ ഡി 4.5 mm. ഈ ക്വസ്റ്റ്യനിൽ നമുക്ക് വോളിയം, ഇനിഷ്യൽ വോളിയം എന്ന് പറയുന്നത് 3 ലിറ്റർ ആണ് തന്നിട്ടുണ്ട്. അതുപോലെ ഫൈനൽ വോളിയം എന്ന് പറയുന്നത് 600 എന്ന് തന്നിട്ടുണ്ട്. അതുപോലെ ഇനിഷ്യൽ പ്രഷർ തന്നിട്ടുണ്ട്. ഫൈനൽ പ്രഷർ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആണ്. ഇവിടെ ഏത് റിലേഷനാണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്? At a constant temperature, pressure is inversely proportional to volume. ഏത് റിലേഷനാണ്? ബോയിൽസ് ലോ അല്ലേ? അതായത് P1 V1 ഈക്വൽ ടു P2 V2. ഇവിടെ നമുക്കറിയാം P1 എത്രയാണ്? P1 എന്ന് പറയുന്നത് തന്നിട്ടുണ്ട്, അതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. V1 എന്ന് പറയുന്നത് എത്രയാണ്? 3 ലിറ്റർ എന്നാണ് തന്നിട്ടുള്ളത്. നമ്മൾ അതിനെ മില്ലി ലിറ്ററിലേക്ക് മാറ്റണം. സോ 3000 മില്ലി ലിറ്റർ ഈക്വൽ ടു P2 എത്രയാണ്? P2 എന്ന് പറയുന്നത് നമ്മൾ കണ്ടുപിടിക്കണം. V2 എന്ന് പറയുന്നത് 600 ml ആണ്. സോ P2നെ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? 900 × 3000 ഡിവൈഡഡ് ബൈ 600. സോ നമുക്ക് എന്ത് കിട്ടും? 4500 mm എന്ന് കിട്ടും. സോ ഇതാണ് കറക്റ്റ് ആൻസർ. സോ ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അക്വസ് സൊല്യൂഷൻസ് ഓഫ് സോഡിയം ഹൈഡ്രോക്സൈഡ്, നൈട്രിക് ആസിഡ്, acetic acid, sodium acetate of identical concentrations are provided. The pair of solutions which form a buffer upon mixing is option A nitric acid and acetic acid, option B sodium hydroxide and sodium acetate, option C nitric acid and sodium acetate, option D acetic acid and sodium acetate. നമ്മൾ ആസിഡ്സ് ആൻഡ് ബേസസ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ ഇത് ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് വിത്ത് എക്സാമ്പിൾസ്. ബഫർ സൊല്യൂഷൻസ് എപ്പോഴാണ് ഫോം ചെയ്യുന്നത്? അസിഡിക് ബഫർ ആണെങ്കിൽ ഒരു വീക്ക് ആസിഡ്, ആ വീക്ക് ആസിഡ് ഒരു സ്ട്രോങ് ബേസിൻ്റെ കൂടെ റിയാക്ട് ചെയ്യുമ്പോൾ ഒരു സോൾട്ട് കിട്ടത്തില്ല, ആ സോൾട്ട്. സോ ആ സോൾട്ടും ഈ വീക്ക് ആസിഡും തമ്മിലുള്ളൊരു മിക്സ്ചർ അസിഡിക് ബഫറിന് എക്സാമ്പിളാണ്. അതുപോലെ ബേസിക് ബഫർ ആണെങ്കിലോ ഒരു വീക്ക് ബേസ്, ആ വീക്ക് ബേസ് ഒരു സ്ട്രോങ് ആസിഡിൻ്റെ കൂടെ റിയാക്ട് ചെയ്യുമ്പോൾ ഒരു സോൾട്ട് കിട്ടത്തില്ലേ, ആ സോൾട്ട്. സോ ഈ വീക്ക് ബേസും ആ സോൾട്ടും തമ്മിലുള്ള മിക്സ്ചർ, ഇതാണ് ബേസിക് ബഫറിന് എക്സാമ്പിൾ. ഇവിടെ തന്നിട്ടുള്ളതിൽ നോക്കിക്കേ, ഇങ്ങനെ ഒരു കോമ്പിനേഷൻ വരുന്നത് ഏതാണ്? ഓപ്ഷൻ ഡി ആണ് അല്ലേ? നമുക്കറിയാം അസറ്റിക് ആസിഡ് എന്ന് പറയുന്നത് ഒരു വീക്ക് ആസിഡാണ്. അത് സ്ട്രോങ് ബേസായ NaOHൻ്റെ കൂടെ റിയാക്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന സോൾട്ടാണ് ഏത്? സോഡിയം അസറ്റേറ്റ്, CH3COO(Na) എന്ന് പറയുന്നത്. സോ ഈ അസറ്റിക് ആസിഡും സോഡിയം അസറ്റേറ്റും തമ്മിലൊരു കോമ്പോസിഷൻ എന്തിന് എക്സാമ്പിൾ ആയിരിക്കും? ഒരു ബഫർ സൊല്യൂഷന് എക്സാമ്പിൾ ആയിരിക്കും. സോ ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ഡി അസറ്റിക് ആസിഡ് ആൻഡ് സോഡിയം അസറ്റേറ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The number of moles of sodium hydroxide required to produce 500 ml of a 2m aqueous solution is option A 2, option B 1, option C 0.5, option D 0.2. നമുക്കറിയാം മൊളാരിറ്റി എന്ന് പറയുന്നത് എന്താണ്? നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് സൊല്യൂഷൻ ഇൻ ലിറ്റർ. നമുക്കിവിടെ മൊളാരിറ്റി ഓഫ് അക്വസ് സൊല്യൂഷൻ ഓഫ് NaOH എത്രയാണെന്ന് തന്നിട്ടുണ്ട്? എത്രയാണ്? 2m, 2 മോളാർ. ഓക്കെ. വോളിയം ഓഫ് സൊല്യൂഷനും തന്നിട്ടുണ്ട് എത്രയാണ്? 500 ml എന്ന് തന്നിട്ടുണ്ട്. ഇവിടെ നമ്മളോട് ചോദിച്ചിട്ടുള്ളത് നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട്, അതായത് നമ്പർ ഓഫ് മോൾസ് ഓഫ് NaOH എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. സോ അത് കണ്ടെത്താൻ എന്ത് ചെയ്യണം? മൊളാരിറ്റി ഇൻറ്റു വോളിയം ഓഫ് സൊല്യൂഷൻ ഇൻ ലിറ്റർ.
നമുക്കിവിടെ വോളിയം ഓഫ് സൊല്യൂഷൻ ഇൻ ലിറ്റർ ആണ് വേണ്ടത്. ഇവിടെ ml ആണ് തന്നിട്ടുള്ളത്. സോ ഈ 500 ml ലിറ്ററിലേക്കാക്കി എന്ത് കിട്ടും? 0.5 ലിറ്ററിന് കിട്ടും. സോ എങ്ങനെ കാണാം? നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട്, അതായത് നമ്പർ ഓഫ് മോൾസ് ഓഫ് NaOH എന്ന് പറയുന്നത് മൊളാരിറ്റി, അത് എത്രയാണ്? 2 ഇൻറ്റു വോളിയം എത്രയാണ്? 0.5 ലിറ്റർ. സോ 2 ഇൻറ്റു 0.5 എന്താണ് ഉത്തരം കിട്ടുക? ഈക്വൽ ടു 1. സോ ദ കറക്റ്റ് ആൻസർ ഇസ് ഓപ്ഷൻ ബി 1. Next question, among NH3, BCl3, N2 and Cl2, the compound that does not satisfy the octet rule is. ഇതും നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. ഏതൊക്കെയാണ് ഓപ്ഷൻസ്? NH3, Cl2, N2, BCl3. ഇതിൽ കറക്റ്റ് ആൻസർ ഏതാണ്? ഒക്ടറ്റ് റൂൾ വയലേറ്റ് ചെയ്യുന്നത് ഏതാണ്? BCl3 ആണ്. Next question, surface tension is due to option A, frictional forces between molecule, option B, cohesive force between molecule, option C, adhesive force between molecule, option D, gravitational force. Correct answer is option B, cohesive force between molecule. ഇത് നമ്മൾ സർഫസ് ടെൻഷൻ അതുപോലെ ഡിഫറൻസ് ബിറ്റ്വീൻ അഡ്ഹസീവ് ആൻഡ് കോഹസീവ് ഫോഴ്സ് ഇത് ഡിസ്കസ് ചെയ്തപ്പോൾ പറഞ്ഞതായിരുന്നു അല്ലേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് പ്രൊഡ്യൂസ്ഡ് വെൻ കാൽസ്യം കാർബണേറ്റ് ഈസ് ട്രീറ്റഡ് വിത്ത് dilute hydrochloric acid? Option A, carbon dioxide, option B, hydrogen, option C, chlorine, option D, oxygen. ഇവിടെ ഞാൻ റിയാക്ഷൻ കൊടുത്തിട്ടുണ്ട്. CaCO3 അതാണ് കാൽസ്യം കാർബണേറ്റ് എന്ന് പറയുന്നത്. CaCO3 പ്ലസ് HCl എന്തൊക്കെയാണ് നമുക്ക് കിട്ടുന്നത്? CaCl2 പ്ലസ് CO2 പ്ലസ് H2O. സോ ഏത് ഗ്യാസാണ് ഇവിടെ പ്രൊഡ്യൂസ് ആകുന്നത്? കാർബൺ ഡയോക്സൈഡ്. സോ കറക്റ്റ് ആൻസർ ഇസ് ഓപ്ഷൻ എ. Next question, which one among the following metals would be displaced from the solution of its salt by other 3 metals? അതായത് താഴെ തന്നിട്ടുള്ളതിൽ ഏത് മെറ്റലിനെയാണ് മറ്റ് 3 മെറ്റൽ കൊണ്ട് ഡിസ്പ്ലേസ് ചെയ്യാൻ സാധിക്കുന്നതെന്ന്. നമ്മൾ റിയാക്ടിവിറ്റി സീരീസ് പഠിച്ചപ്പോൾ കണ്ടായിരുന്നു. ഹൈലി റിയാക്റ്റീവ് മെറ്റൽ എന്ത് ചെയ്യും? ലോ റിയാക്റ്റീവ് മെറ്റൽസിനെ ഡിസ്പ്ലേസ് ചെയ്യും അല്ലേ. ഇവിടെ റിയാക്ടിവിറ്റി സീരീസ് നോക്കിക്കേ, തന്നിട്ടുള്ള മെറ്റലിൽ ഏറ്റവും റിയാക്ടിവിറ്റി കുറഞ്ഞത് ആർക്കാണ്? Ag, അതായത് സിൽവറിനാണ്. സോ സിൽവറിനെ എന്ത് ചെയ്യും? മറ്റ് 3 മെറ്റൽ അതായത് മഗ്നീഷ്യവും സിങ്കും കോപ്പറും ഒക്കെ എന്ത് ചെയ്യും? സിൽവറിനെ ഡിസ്പ്ലേസ് ചെയ്യും. സോ ഹിയർ കറക്റ്റ് ആൻസർ ഇസ് ഓപ്ഷൻ ഡി, Ag. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, among the following identify the species with an atom in its +6 oxidation state. അതായത് തന്നിട്ടുള്ള കോമ്പൗണ്ട്സിൽ +6 ഓക്സിഡേഷൻ സ്റ്റേറ്റിൽ ആറ്റമുള്ള കോമ്പൗണ്ട് അല്ലെങ്കിൽ സ്പീഷീസ് ഏതാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഞാനിവിടെ ഓരോന്നിൻ്റെയും ഓക്സിഡേഷൻ സ്റ്റേറ്റ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഫസ്റ്റ് ഓപ്ഷനിൽ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എത്രയാണ് വരിക? എമ്മിൻ്റെ +7 ആണ് വരിക. സെക്കൻഡ് ഓപ്ഷനിലാണെങ്കിൽ +3 ആണ് വരുന്നത്. തേർഡ് ഓപ്ഷനിൽ നിക്കലിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണെങ്കിൽ +4 ആണ് വരിക. എന്നാൽ ഫോർത്ത് ഓപ്ഷനിൽ നമുക്ക് +6 ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണാൻ സാധിക്കും. സോ ദ കറക്റ്റ് ആൻസർ എന്താണ്? Next question, which of the following concepts can explain the acidic character of BF3? Arrhenius concept, Bronsted-Lowry concept, Lewis concept, Bronsted-Lowry as well as Lewis concept. ഇതിൻ്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി, ലൂയിസ് കൺസെപ്റ്റ് ആണ്. ഞാൻ ഈ ഒരു പോർഷൻ എക്സ്പ്ലെയിൻ ചെയ്യുന്ന സമയത്ത് ഈ BF3 തന്നെയായിരുന്നു ലൂയിസ് കൺസെപ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി എക്സാമ്പിളായിട്ട് എടുത്തിരുന്നത്. Next question, the extraction of zinc from zinc blende is achieved by option A, roasting followed by reduction with a metal, option B, electrolytic reduction, option C, roasting followed by reduction with carbon, option D, roasting followed by self reduction. നമ്മൾ മെറ്റലർജി പോർഷൻ പറഞ്ഞപ്പം ഇതൊക്കെ ഡിസ്കസ് ചെയ്തതായിരുന്നു അല്ലേ. കറക്റ്റ് ആൻസർ ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്, റോസ്റ്റിംഗ് ഫോളോഡ് ബൈ റിഡക്ഷൻ വിത്ത് കാർബൺ. Next question, a colloidal system having a solid substance as a dispersed phase and a liquid as a dispersion medium is classified as option A, solid sol, option B, emulsion, option C, sol, option D, gel. ഇവിടെ ഏതാണ് കറക്റ്റ് ആൻസർ? നമ്മൾ കൊളോയിഡ്സ് എന്ന് പറഞ്ഞ ചാപ്റ്റർ ഡിസ്കസ് ചെയ്തപ്പോൾ ഒരു ടേബിൾ ഞാൻ പഠിക്കാൻ തന്നിട്ടുണ്ടായിരുന്നു അല്ലേ. അത് പഠിച്ചാൽ നിങ്ങൾക്ക് ഇതിന് ഈസി ആയിട്ട് ആൻസർ ചെയ്യാം. കറക്റ്റ് ആൻസർ സോൾ ആണ്, ഓപ്ഷൻ സി ആണ്. അതായത് ഇവിടെ എന്താണ്? ഡിസ്പേഴ്സ്ഡ് ഫേസ് എന്ന് പറയുന്നത് സോളിഡ് ആണ്, ഡിസ്പേർഷൻ മീഡിയം എന്ന് പറയുന്നത് ലിക്വിഡ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ മാക്സിമം നമ്പർ ഓഫ് സബ്ഷെൽസ് ദാറ്റ് ഈസ് പോസിബിൾ ഇൻ ദ 4th ഓർബിറ്റ് ഓഫ് എൻ ആറ്റം ഈസ് ഓപ്ഷൻ എ 1, ഓപ്ഷൻ ബി 2, ഓപ്ഷൻ സി 3, ഓപ്ഷൻ ഡി 4. ഇതും നമ്മൾ ആറ്റംസ് ആൻഡ് മോളിക്യൂൾസ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൻ്റെ ഇൻട്രൊഡക്ഷൻ ഡിസ്കസ് ചെയ്യാൻ നേരത്തെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളതായിരുന്നു. എന്താണ് ആൻസർ എന്ന് നോക്കാം. ഇവിടെ ചോദിച്ചിട്ടുള്ളത് 4th ഓർബിറ്റിൽ എത്ര സബ്ഷെൽസ് ഉണ്ടായിരിക്കും എന്നാണ്. ഞാൻ ക്ലാസ് എടുത്തപ്പം ഈ ചാപ്റ്റർ ക്ലാസ് എടുത്തപ്പോൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു n=1 എന്ന് പറയുന്നത് K ഷെല്ലാണ്, അവിടെ ഒരു സബ് ഷെല്ല് ആണ് ഉണ്ടാകുന്നത്. അതുപോലെ n=2 എന്ന് പറയുന്നത് L ഷെല്ലാണ്, അവിടെ 2 സബ് ഷെൽസ് ഉണ്ടാകും. n=3 എന്ന് പറയുന്നത്
എം ഷെല്ലാണ്, അവിടെ 3 സബ്ഷെൽ ഉണ്ടായിരിക്കും. n=4 എന്ന് പറയുന്നത് എൻ ഷെല്ലാണ്, അവിടെ 4 സബ്ഷെൽ ഉണ്ടായിരിക്കും. ഇവിടെ നമ്മളോട് ചോദിച്ചിട്ടുള്ള 4th ഓർബിറ്റിൽ അല്ലെങ്കിൽ 4th ഷെല്ലിൽ എത്ര സബ്ഷെൽസ് ഉണ്ടായിരിക്കുന്ന? ഇവിടെ 4th ഓർബിറ്റിൽ എത്ര എണ്ണമാണ് ഉള്ളത്? 4 എണ്ണമാണ് ഉള്ളത്. അതായത് എന്നിന്റെ വാല്യൂ എത്രയോ അത്ര തന്നെയായിരിക്കും അവിടെയുള്ള സബ്ഷെൽസിന്റെ എണ്ണവും. ഇതൊക്കെ ഞാൻ ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. സോ ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ഡി 4. കെമിസ്ട്രി പോർഷനിൽ നിന്ന് വന്ന മറ്റൊരു ക്വസ്റ്റ്യനാണ് IUPAC നെയിമിങ്ങുമായിട്ട് ബന്ധപ്പെട്ട ഈ ഒരു ക്വസ്റ്റ്യൻ. എനിക്ക് കുറച്ച് കൺഫ്യൂഷൻ ഉള്ളതുകൊണ്ട് തന്നെ ഇത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. എങ്കിലും ഓപ്ഷൻ എ ആണ് കറക്റ്റ് എന്നാണ് എനിക്ക് തോന്നുന്നത്. നമുക്ക് എന്തായാലും പരീക്ഷാഭവൻ്റെ ആൻസർ കീ വന്നിട്ട് വെരിഫൈ ചെയ്യാം. ബാക്കി ക്വസ്റ്റ്യൻസൊക്കെ എന്തായാലും നമുക്ക് കറക്റ്റ് ആൻസർ കിട്ടിയിട്ടുണ്ട്. ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് കരുതുന്നു. യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ആർക്കെങ്കിലും ചേരാൻ താല്പര്യമുണ്ടെങ്കിൽ ചേരാവുന്നതാണ്.